ഇനി അടുത്തത് കൊല്ലം ലോക്സഭാ മണ്ഡലമാണ്. NK പ്രേമചന്ദ്രൻ RSP നേതാവ് മത്സരിക്കുന്ന മണ്ഡലം. ഒരു നല്ല ജനപ്രതിനിധിയാണ് അല്ലെ, നല്ലൊരു പാർലമെന്റേറിയനാണ്. NKPക്ക് ഹാട്രിക്ക് കിട്ടുമോ എന്നതാണ് കൊല്ലത്തെ ഇത്തവണത്തെ ചോദ്യം. നമുക്ക് ആ ശതമാന കണക്കുകൾ, കഴിഞ്ഞ തവണ NKP വിജയിച്ചത് എത്ര ശതമാനം വോട്ടുകൾ സ്വന്തമാക്കിയാണ്, വോട്ട് വിഹിതം നമുക്കൊന്ന് പരിശോധിക്കാം. 51.61% UDFന് കഴിഞ്ഞ തവണ കിട്ടിയത്. LDFന് 36.24% മാത്രം. NDAക്ക് 10.67%. വലിയ വോട്ട് വ്യത്യാസം അവിടെ UDFും LDFും തമ്മിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കൊല്ലത്ത് കാണാം. കൊല്ലത്ത് കുണ്ടറ മാത്രമാണ് UDFിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും. തീർച്ചയായും 15% വോട്ടിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസമല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നിയമസഭ നോക്കൂ, കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിനൊപ്പം നിൽക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പൂർണ്ണമായും LDFിനോടൊപ്പം. 1,00,000-ലേറെ ഭൂരിപക്ഷം. കുണ്ടറയിൽ മാത്രമാണ് വ്യത്യസ്തമായ ഒരു ഫലമുണ്ടായിട്ടുള്ളത്. അതും ആ മണ്ഡലത്തിലെ മാത്രം പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് മാത്രമല്ല. NK പ്രേമചന്ദ്രനെ തോൽപ്പിക്കുക എന്നുള്ളൊരു വാശിപ്പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഒരു ജനകീയ സ്ഥാനാർത്ഥി വന്നാൽ അസാധ്യമല്ല. അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ അടക്കം പരിഗണിക്കുന്നു. RSPക്ക് കഴിഞ്ഞ 10 വർഷമായി നിയമസഭയിൽ പ്രാതിനിധ്യമില്ല. അതേസമയം RSPക്ക് ലോക്സഭാ പ്രാതിനിധ്യമുണ്ട്. അതാണ് ഈ ലോക്സഭയും നിയമസഭയും അതും രാജ്യം ശ്രദ്ധിക്കുന്ന MP ആണ്. അതെ. അപ്പോൾ UDFന് സിറ്റിംഗ് MP NK പ്രേമചന്ദ്രൻ തന്നെ മത്സരിക്കുന്നു. RSPയുടെ NK പ്രേമചന്ദ്രൻ. LDFിൽ നിന്ന് ജനകീയൻ ആരൊക്കെയാണ്? ഏതൊക്കെ ജനകീയ മുഖങ്ങൾ? ഒരുപാട് പേരുകളുണ്ട് കേട്ടോ. ആരൊക്കെയാണ്? മുകേഷ്, നടൻ മുകേഷ് ഉണ്ട്. നടൻ മുകേഷ് എന്ന് പറഞ്ഞൂടെ, MLA മുകേഷ്. ചിന്താ ജെറോമിന്റെ പേര് കേൾക്കുന്നു. M നൌഷാദ് MLAയുടെ പേര് കേൾക്കുന്നു. വേറെയും പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ലിസ്റ്റിലില്ല. C സുജാതയുടെ പേരടക്കം കേൾക്കുന്നു. NDA VP ഗോപകുമാർ, കുമ്മനം രാജശേഖരൻ, പ്രൊഫസർ VT രമ, ഇങ്ങനെ 3 പേരുകളാണ് കുമ്മനത്തിന്റെ കേൾക്കുന്ന രണ്ടാമത്തെ മണ്ഡലം. കുമ്മനത്തെ കേൾക്കുന്ന രണ്ടാമത്തെ മണ്ഡലം കൊല്ലവും. അപ്പോൾ 2008 മണ്ഡല പുനഃക്രമീകരണം നടക്കുന്നു. അതിനുശേഷം അങ്ങോട്ട് NK പ്രവീന്ദ്രൻ അല്ലാതെ മറ്റൊരാളെ കുറിച്ച് അവിടെ ചിന്തിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ KN ബാലഗോപാലായിരുന്നു എതിർ സ്ഥാനാർത്ഥി. അതെ. അതിനു മുൻപ് MA ബേബി, 2014 MA ബേബി ആയിരുന്നു. നമുക്ക് ഇതിൽ വോട്ട് വിഹിതം ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിലും ഇത്തവണ കാര്യങ്ങൾ മാറി മറിയുമോ നോക്കാം. ദിലീപ് ദേവസ്യ തയ്യാറാണ്. ദിലീപ് കൊല്ലത്തെത്തിക്കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. കൊല്ലത്തിന്റെ മനസ്സ് മാറുമോ ഇക്കുറി? ഇത്തവണയും കൊല്ലത്ത് പ്രേമചന്ദ്രൻ എന്നുള്ള പേര് മാത്രമേ എവിടെയുമുള്ളൂ. ഈ ആരാണ് പ്രേമചന്ദ്രൻ തോൽപ്പിക്കാൻ ഇറങ്ങുക എന്നുള്ള, അല്ലെങ്കിൽ ആരെ ഇറക്കണം എന്നുള്ള ഒരു സംശയത്തിൽ അല്ലെങ്കിൽ ഒരു ചിന്തയിൽ തന്നെയാണ് ഇപ്പോഴും LDFിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ശക്തരെ നേരത്തെ തന്നെ ഇറക്കിയിരുന്നു. MA ബേബി, അതുപോലെ തന്നെ KN ബാലഗോപാൽ എന്നിവരെല്ലാം ശക്തരായ LDFിൻ്റെ സ്ഥാനാർത്ഥികൾ ഇറങ്ങി തോറ്റ ഒരു മണ്ഡലത്തിൽ ഇനി ആരായിരിക്കും ഇറങ്ങുക എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. പല പേരുകൾ മണ്ഡലത്തിൽ നിന്നുള്ള പേരുകൾ പറയുമ്പോൾ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുകേഷ് MLAയുടെ പേരുണ്ട്, അതുപോലെ ചിന്താ ജെറോമിൻ്റെ പേരുണ്ട്, നൌഷാദ് MLAയുടെ പേരുണ്ട്. ഇവരുടെ പേരുകളെല്ലാം തന്നെ വരുന്നുണ്ടെങ്കിൽ ഇത് നേതാക്കളിൽ മുകൾ തട്ടിൽ നിന്ന് വന്ന പേരുകളാണ്. പക്ഷേ അടിത്തട്ടിൽ നിന്ന്, അണികളുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇവർക്കൊന്നും വിജയസാധ്യത ഇല്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മണ്ഡലത്തിൽ നിന്ന് പുറത്തു നിന്ന് ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ തന്നെ, ഇപ്പോൾ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ ഈ M സുരാജിൻ്റെ പേരുണ്ട്, CS സുജാതയുടെ പേര്, അങ്ങനെ പേരുകളെല്ലാം തന്നെ വന്ന ഒരു മണ്ഡലം കൂടിയാണ്. എന്തായാലും ഇവിടെ ഇനി ഈ പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ ആരെ LDF ഇറക്കുമെന്നുള്ള ഒരു കാര്യം നോക്കിക്കണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിൽ ഇപ്പോൾ NDA ഇറക്കുകയാണെങ്കിൽ ഇപ്പോൾ പേര് പറഞ്ഞിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാറിൻ്റെ പേരുണ്ട്, പ്രൊഫസർ VT, അതായത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VT രമയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ കഴിഞ്ഞ ദിവസം NDA ചെയർമാൻ K സുരേന്ദ്രൻ തന്നെ പറഞ്ഞിരിക്കുന്നത് NDAയിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്നുള്ളൊരു പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് കുമ്മനം രാജശേഖരൻ്റെ പേരാണ് ഈ സർപ്രൈസായി വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. അതായത് NK പ്രേമചന്ദ്രൻ ഇവിടെ മത്സരിക്കുമ്പോൾ ഒരു നായർ വോട്ടുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വോട്ടുകൾ നേടുന്നതിന് വേണ്ടി കുമ്മനം രാജശേഖരനെ ഇറക്കിയാൽ ഒരു പക്ഷേ ചില സ്ഥലങ്ങളിൽ നിന്നുള്ള വോട്ടുകളുടെ എണ്ണം കുറയാനുള്ള സാധ്യത, അല്ലെങ്കിൽ അത് നേടുക എന്നുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ കുമ്മനം രാജശേഖരൻ്റെ പേര് പറയുന്നത്. ഇങ്ങനെ നിരവധി പേരുകൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ ആരുടെയും പേര് കൺഫേംഡ് ആയിട്ട് അല്ലെങ്കിൽ ഉറപ്പിച്ച് NK പ്രേമചന്ദ്രനെ പോലെ സിറ്റിംഗ് MPയെ പോലെ ഉറപ്പിച്ച് പറയാൻ, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിയാണ് ഇവിടെ കൊല്ലത്ത് മത്സരിക്കുക എന്ന് പറയാൻ ഇതുവരെ LDFനോ അല്ലെങ്കിൽ NDAക്കോ സാധിച്ചിട്ടില്ല. ഈ
എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന് വലിയൊരു ബലാബലം അല്ലെങ്കിൽ ഒരു വലിയ കോൺഫിഡൻസ് ഉള്ള ഒരു മണ്ഡലം തന്നെയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. എവിടെയും ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ NK പ്രേമചന്ദ്രൻ എല്ലാ വീടുകളിലും എത്തുന്നു. ഏത് പാർട്ടിക്കാരുടെ വീട്ടിലേക്കും കല്യാണമായാലും ശരി, മരണമാണെങ്കിലും ശരി, പാലുകാച്ചലാണെങ്കിലും ശരി, എല്ലാ പരിപാടികൾക്കും NK പ്രേമചന്ദ്രൻ്റെ ഒരു ഇടപെടൽ ഈ കൊല്ലത്തുകാർക്കൊരു ആശ്വാസമാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള ഒരു NK പ്രേമചന്ദ്രൻ MP നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജ്യസഭ ലോക്സഭയിലൊക്കെ തന്നെ എടുത്തു പറയാവുന്ന ഒരു ശബ്ദം NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. നിലവിലുള്ള പാർലമെന്റിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. ശ്രീജിത്ത് NK പ്രേമേന്ദ്രനെതിരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MA ബേബി പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കെ തന്നെ ലോക്സഭയിൽ NK പ്രേമേന്ദ്രനെതിരെ മത്സരിച്ചിരുന്നു. ആ സമയത്താണ് മാതാമൃതാനന്ദമയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ കൈരളി TV വന്നത്. MA ബേബി തകർന്നടിഞ്ഞു. പിന്നീട് KN ബാലഗോപാൽ രാജ്യസഭയിൽ വലിയ പ്രകടനം തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച് പിന്നീട് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ വലിയ വോട്ട് ശതമാനത്തിൽ അത് പിന്നെ നമുക്ക് ശബരിമലയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി തരംഗവും ഒക്കെ കാണാമെന്നുള്ളതാണ്. MA ബേബി മത്സരിച്ച് ജയിച്ചിരുന്നെങ്കിൽ അന്ന് പാർലമെന്ററി പാർട്ടി നേതാവാകുമായിരുന്നു. പിന്നീട് KN ബാലഗോപാൽ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ദില്ലിയിൽ കേന്ദ്രീകരിച്ച് പോകുമായിരുന്നു. ഇത്തവണ ആ നിലയിൽ പ്രേമചന്ദ്രൻ എന്ന ഞാൻ പേരിട്ട് വിളിക്കുന്നില്ല, പക്ഷേ പിണറായി വിജയൻ്റെ പ്രയോഗത്തിൽ അങ്ങനെ ഒരാളെ ആരെ വെച്ച് നേരിടും എന്നുള്ളതാണ് കാണേണ്ടത്. പ്രയോഗം വീണ്ടും വന്നാൽ കൊല്ലത്ത് പ്രേമേന്ദ്രനെ എതിരിടാൻ പറ്റിയ ഒരു ഹലോ പറഞ്ഞോളൂ ശ്രീ. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ NK പ്രേമേന്ദ്രനെ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഒരു നല്ല സ്ഥാനാർത്ഥിക്കായി CPM ഇപ്പോഴും അലയുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ചിന്താ ജെറോം അടക്കമുള്ള യുവ നേതാക്കളുടെ പേര് അവിടെ പറയുന്നുണ്ടെങ്കിലും ഇവർക്കാർക്കെങ്കിലും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകാർക്ക് പ്രേമേന്ദ്രൻ ഒരു ശക്തമായ വെല്ലുവിളി ഉയർത്താൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ്. ആദ്യമായി LDF-ൽ നിന്ന് മാറി UDF-ൽ MA ബേബിയോട് എതിരിടുമ്പോൾ പ്രേമേന്ദ്രൻ്റെ MA ബേബി വിജയിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. കാരണം അത്രയ്ക്കും കണ്ണൂരിനേക്കാൾ വലിയ സംഘടനാ ശക്തിയുള്ള, അത്രയ്ക്കും പാർട്ടിയുടെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുള്ള ലോക്സഭാ മണ്ഡലമാണ് കൊല്ലം. എന്നാൽ അവിടെ ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ്റെ ഒരു ഒറ്റ പരാമർശത്തിലാണ് അവിടെ പ്രേമേന്ദ്രൻ്റെ കാര്യങ്ങൾ അവസാന മണിക്കൂറുകൾ അനുകൂലമായി മാറിയത് എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. അമൃതാനന്ദമയ്യയുടെ പഴയ ശിഷ്യയുമായി ജോൺ ബ്രിട്ടാസ് നടത്തിയ അഭിമുഖം മാത്രമല്ല, ഈ പ്രയോഗം തന്നെയാണ് ഏറ്റവും അവിടെ വിധി നിർണ്ണയിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം. അതാണ് നമുക്ക് ഒന്നാമത്തെ കാര്യം ചൂണ്ടിക്കാണിക്കുക. എന്നാൽ ബാലഗോപാൽ മത്സരിക്കുമ്പോൾ അതായിരുന്നില്ല സ്ഥിതി. ബാലഗോപാൽ മത്സരിക്കുമ്പോൾ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ വന്ന് അവിടെ ബാലഗോപാലിനെതിരാവുകയും പ്രേമേന്ദ്രന് കൂടുതൽ കാര്യങ്ങൾ അനുകൂലമാവുകയും ചെയ്യുകയായിരുന്നു. പ്രേമേന്ദ്രനെ തോൽപ്പിക്കാനായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറ്റാവുന്ന അടവുകളെല്ലാം LDF അവിടെ പയറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ സംഘിയാക്കി, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും ഭാര്യാ ബന്ധുക്കൾക്കും RSS ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിച്ചു, അദ്ദേഹത്തെ മുസ്ലിം വിരോധിയാക്കി. ഇത്തരത്തിലുള്ള ധാരാളം പ്രചാരണങ്ങൾ അവിടെ നടത്തി നോക്കി. അതൊന്നും ഏശിയില്ല എന്ന് മാത്രമല്ല, ഈ മുത്തലാഖ് നിയമവുമായി ബന്ധപ്പെട്ടൊക്കെ പാർലമെന്റിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നടത്തിയത് പ്രേമേന്ദ്രനാണ് എന്ന കാര്യം തെളിവോടെ ആളുകൾക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. അതാണ് അദ്ദേഹത്തിന് അനുകൂലമായി വന്നത്. ഇപ്പോഴും ഈ പ്രേമേന്ദ്രൻ്റെ വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന ഒരു നല്ല സ്ഥാനാർത്ഥി, അതൊരു ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥി തന്നെ അവിടെ ഉണ്ടാകുമെന്നാണ് കൊല്ലം ജില്ലയിലെ നേതാക്കളുമായി സംസാരിക്കാൻ കഴിയുമ്പോൾ അറിയുന്നത്. എന്നാൽ വനിതാ പ്രാതിനിധ്യം അടക്കമുള്ള ഘടകങ്ങൾ ഉണ്ട്. നേരത്തെ MA ബേബി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ തുല്യത എന്ന മുദ്രാവാക്യവുമായി രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് സ്ത്രീകൾക്ക് 33% പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യമുണ്ട്. 33 ഇല്ലെങ്കിലും കൊല്ലത്തൊക്കെ വനിതകളെ പരിഗണിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അതാണ് ചിന്താ ജെറോമിന്റെ സാധ്യത അവിടെ വർദ്ധിപ്പിക്കുന്ന ഘടകം. ഒരു പ്രധാന കാര്യമാണ് കേട്ടോ. ഇതിപ്പോ വനിതാ പ്രാതിനിധ്യം അതൊരു ചർച്ചയായി ഒരു ക്യാമ്പയിനായി വരുന്നുണ്ട്. മാത്രമല്ല കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകത സ്മൃതി, അതായത് 3 ഇടതു പാർട്ടികൾക്കും നിർണായകമായ സാന്നിധ്യമുള്ള ഇടങ്ങളാണ്. നമ്മളിപ്പോൾ കണ്ണൂർ ജില്ല അത് CPM-ൻ്റെ മാത്രം കോട്ടയാണ്. ഇതല്ല, ഇത് CPM-നും CPI-ക്കും RSPക്കും വളരെ നിർണായകമായ പ്രാധാന്യം. RSP ഇപ്പോൾ UDF-ലാണ് എങ്കിൽ തന്നെയും ഈ 3 പാർട്ടികൾക്കും നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലം. സ്വാഭാവികമായിട്ടും LDF-നെ സംബന്ധിച്ചിടത്തോളം നല്ല അപ്രമാദിത്വമുണ്ട്. പക്ഷേ NK പ്രേമചന്ദ്രന് മുന്നിൽ അടിയറവ് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് കൊല്ലത്തിൻ്റെ സ്ഥിതി. അതെ.